എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. എൻ്റെ പേര് യഥാർത്ഥ ഗിൽബർട്ട് കർണോലി എന്നാണ്. എൻ്റെ പ്രായം വയസ്സ് 82. അതായത് ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ, അതും ഞാൻ ജനിച്ചത് സ്വാതന്ത്ര്യത്തിന് മുൻപ് എന്നും കൂടി അറിയുക. എൻ്റെ ഫാദർ മിലിറ്ററിയിലായിരുന്നു, ബ്രിട്ടീഷ് ആർമിയിലായിരുന്നു. അതിൻ്റെ ഒരു പിന്തുടർച്ചയായി ഞാനും മിലിറ്ററിയിലായിരുന്നു. മിലിറ്ററിയിൽ ഏതാണ്ട് 8 വർഷം സേവനമനുഷ്ഠിച്ചു. വീണ്ടും അവിടെ നിന്ന് പിരിഞ്ഞു വന്ന് പല മേഖലകളിലും വർക്ക് ചെയ്തു. എന്നാൽ ആദ്യം മുതൽ ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ന് മോദി വരെയുള്ള അവരുടെ ഈ കാലഘട്ടം, അവരുടെ പ്രവർത്തന ശൈലി ഒക്കെ ഏതാണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയും കൂടിയാണ്. ഒപ്പം കേരളം ഭരിച്ച കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് ഭരണവും അവരെക്കുറിച്ചും അത് നയിച്ച ലീഡർമാർക്കെക്കുറിച്ചും എനിക്കറിയാം. എന്നാൽ ഇന്ത്യയിൽ അല്ല, ഇവൻ ലോകത്തില്ലാത്ത ഒരു പ്രത്യേകതരം രീതി മനസ്സിലാക്കിയത് കേരളത്തിൽ നിന്നാണ്, മറ്റൊന്നുമല്ല. നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അദ്ദേഹം പ്രവർത്തിക്കുന്നത് കോൺഗ്രസ്സിന് വേണ്ടിയല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി ഓരോ നീക്കങ്ങളും ഇപ്പോഴത്തെ ഭരണപക്ഷമായ LDFന് വേണ്ടിയാണ്. യാതൊരു ഇതുമില്ല. കാരണം വളരെ മോശമായ ചിന്താഗതിയും കോൺഗ്രസ്സിനെ കുറിച്ച് ഇത്ര മോശമായ രീതിയിൽ അധംപതനത്തിലെത്തിക്കാനും ശ്രമിക്കുന്നൊരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിനോട് അദ്ദേഹത്തെ ചലഞ്ച് ചെയ്യാണ്. അദ്ദേഹത്തെ എനിക്ക് നല്ല വ്യക്തമായി അറിയാം. ഞാൻ ഒത്തിരി വർഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ഏതാനും കിലോമീറ്റർ ദൂരം മാത്രം താമസിച്ചൊരു വ്യക്തിയാണ്. ഞാൻ വൈറ്റിൽ വർഷങ്ങളായി താമസിച്ച ഒരാളാണ്. എനിക്ക് അന്നും സതീശനെ കുറിച്ച് അറിയാം. അത് കഴിഞ്ഞാണ് ഞാൻ ട്രിവാൻഡ്രത്തേക്ക്, തുമ്പയിലേക്ക് ട്രാൻസ്ഫർ ആയത്. എനിവേ, എനിക്ക് പറയാനുള്ളൊന്നു മാത്രം, ഈ സതീശന് ആർജവമുണ്ടെങ്കിൽ, യഥാർത്ഥ ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ, സതീശൻ മാത്രമല്ല, ഒപ്പമുണ്ട് രമേശ് ചെന്നിത്തല, വീണ്ടും കൊണ്ടൊരാൾ, ഒരു വേണുഗോപാൽ. നിങ്ങൾ 3 പേരും ഒരു വേദിയിൽ നിന്ന് മനസ്സ് തുറന്ന് പറയാമോ, ഞങ്ങൾ 3 പേരും കോൺഗ്രസിൻ്റെ പ്രവർത്തന അംഗങ്ങളായി തുടർന്ന് ഈ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ മരിക്കുവോളം ഞങ്ങൾ ശ്രമിക്കും. അത് തന്നെയാണ് ഞങ്ങളുടെ മുഖ്യ അജണ്ട. മറിച്ച് ഞങ്ങൾ പരസ്പരം ഒരു മന്ത്രിയാകാനോ മുഖ്യമന്ത്രിയാകാനോ ഞങ്ങൾ മത്സരിക്കില്ല. ജനഹൃദയങ്ങൾ എന്താണ് വിധി ചെയ്യുന്നത് അത് ഞങ്ങൾ അംഗീകരിക്കും എന്ന് പറയാനുള്ള ആർജവം ഈ 3 കാണിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും കേരളത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയോ BJP മന്ത്രിസഭയോ ഉണ്ടാകില്ല. തീർത്ത് പറയാം. ഇവിടെ ഒരു BJP MPയെ കൊടുത്തത് നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ കോൺട്രിബ്യൂഷനാണ്. നിങ്ങളും LDFും തമ്മിലുള്ള അന്തർധാരയിൽ കൂടി തന്നെയാണ് തൃശ്ശൂരിൽ ഒരു BJP MPയെ നിങ്ങൾ കൊടുത്തത്. ഇപ്പോൾ ആ പണി തന്നെയാണ് വീണ്ടും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സതീശൻ കരുതിയിരിക്കാം, സതീശൻ ഒരിതുണ്ട്, എനിക്ക് മുഖ്യമന്ത്രി പദം കിട്ടിയില്ലെങ്കിൽ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നാലും അതിനേക്കാൾ സുഖമായി ജീവിക്കാം, അത് മാത്രമേ ഉള്ളൂ. പിന്നെ കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയതാണ്. പ്രതിപക്ഷ സ്ഥാനത്ത് വരുന്ന അദ്ദേഹത്തിൻ്റെ ശക്തി തെളിയിച്ച രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിൻ്റെ മോഹത്തിനും കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾക്കും ഉണ്ടാകും മുഖ്യമന്ത്രിയാകാൻ. എന്തു തന്നെയായിരുന്നാലും VD സതീശനേക്കാളും ഒരു പ്രസൻറ്റിങ് മുകളിൽ നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. എന്നാൽ ഇത് 2 പേരും കവിച്ചു വെച്ചിട്ട് മുകളിൽ അങ്ങോട്ട് ഇന്ദ്രപ്രസാദത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് വേണുഗോപാൽ. അത് വേറൊരു കഥാപാത്രം. അദ്ദേഹത്തിനും അവിടെ ഇരുന്നാണെങ്കിൽ കണ്ണിവിടേക്കാണ്. അതുകൊണ്ട് തകർന്ന് തരിപ്പണമായ ഈ കോൺഗ്രസ്സിന് ശകലമെങ്കിലും മനുഷ്യനെ ഫണ്ടിൽ ഇപ്പോൾ പൊക്കിടുന്ന ഈ പപ്പു എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി, കഷ്ടമുണ്ട് കേൾക്കാൻ.
ഒത്തിരി പ്രയാസപ്പെടാം. ചിലപ്പോൾ ചിലയിടത്ത് ചില വാക്കുകളിൽ മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിലും ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ഒത്തിരി പാർട്ടിക്ക് വേണ്ടി രാത്രി പകലും എന്നില്ലാതെ അധ്വാനിക്കുന്നുണ്ട്. അവരെ പലരും കുറ്റം പറയുന്നത് രാജഭരണമാണ്, മക്കൾ അതിപ്പോൾ എല്ലാവരിലും ഏത് പാർട്ടിയിലുള്ളതാണ്. ആ പേരും പറഞ്ഞ് അത് ടാർണിഷ് ചെയ്യാനും ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. പോട്ടെ, ഒരിക്കൽ കൂടി പറയുന്നു, ഈ 3 നേതാക്കന്മാരും പരസ്യമായി നിങ്ങൾക്കൊരു വേദിയിൽ നിന്ന് ഒന്ന് പറയാമോ, ഈ ഒരു പ്രസ്താവന നടത്താമോ? ഞങ്ങൾ മത്സരിക്കുന്നത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനാണ്, അല്ലാതെ ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്ന 100 എല്ലാ സീറ്റിലും അവർ ജയിച്ച് കയറും. ഒരു കുഴപ്പമില്ല. ഇത് BJPയോ LDFോ അവരിനി ഒരു രീതിയിൽ നോക്കിയാലും ഇത് അവർക്ക് ഭരണത്തിൽ വരാൻ പറ്റില്ല, സാധിക്കില്ല. എന്നാൽ ഇന്നത്തെ സാഹചര്യം വെച്ചിട്ട് LDFിനോട്, അത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കൊണ്ടുകൂടി ഏറ്റവും കുരലൂത്ത് നടത്തുന്നത് നേതാക്കന്മാർ തന്നെയാണ്. അതിൽ മുൻപന്തിയിലിരിക്കുന്ന ഓപ്പണായി പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതോ സതീശനോടും ശ്രീ രമേശ് ചെന്നിത്തല, വേണുഗോപാൽ, നിങ്ങളോട് ഒരിക്കൽ കൂടി പറയുന്നു, ആ മന്ത്രിക്കുപ്പായി ഒന്ന് മാറ്റിവെക്കുക. നിങ്ങളിടുന്ന ഡ്രസ്സൊന്ന് നിങ്ങളിടുക. നിങ്ങളുടെ വ്യക്തിത്വം എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ സാഹചര്യം കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ളൊരു പ്രസ്താവനകൾ കൂടെ ആയിരിക്കണം. നല്ല ചെറുപ്പക്കാരുണ്ട്, നല്ല തൻ്റെയും ആർജവമുള്ള സീനിയർ നേതാക്കന്മാർ കേരളത്തിലുണ്ട്. അവരൊന്നും ഇത്ര ആഗ്രഹം പ്രകടിപ്പിക്കാറില്ല. നല്ല ആൾക്കാരുണ്ട്. അവരെ ചവിട്ടി പിന്നിലാക്കി പ്രവർത്തിക്കാൻ നിൽക്കുന്ന നിങ്ങളുടെയൊക്കെ ഈ വൃത്തികെട്ട ഈ പ്രവർത്തന ശൈലി ഒന്ന് മാറ്റിവെക്കുക. പ്രധാനമായും എനിക്ക് പറയാനുള്ളത് ശ്രീ VD സതീശനോട്, നിങ്ങൾ മാറുക, മനസ്സാക്ഷിയോട് പ്രവർത്തിക്കുക. കോൺഗ്രസ് കുപ്പായമണിഞ്ഞ് LDF ക്യാമ്പിന് വേണ്ടി വർക്ക് ചെയ്യാതിരിക്കരുത്. ഇപ്പോഴത്തെ ഓരോ മൂമെൻറ്റ്സ് കഴിഞ്ഞാലും നിങ്ങളുടെ ചില പ്രസ്താവനകളും ബാലിശമായ ചില തീരുമാനങ്ങളും മോശമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ DCC പ്രസിഡൻറ്റ്, താങ്കളോടും ഒന്ന് പറയാനുണ്ട്. താങ്കളുടെ പ്രവർത്തനവും പക്വതയായിരിക്കണം. ഒരു പക്ഷത്തിന് നേർന്ന് താമസിക്കാതെ ഒരു പക്ഷത്തിന് വേണ്ടി, ചിലവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സ്വഭാവം മാറ്റിവെക്കുക. നിങ്ങൾ പൊതുവായി നിങ്ങൾ പ്രവർത്തിക്കുക, വിശ്വാസത്തിലെടുക്കുക. ഇവിടെ കോടാനുകോടികളൊന്ന് സ്പെൻഡ് ചെയ്ത് വാൾപോസ്റ്റ് ഒട്ടിച്ചൊന്നും വേണ്ട. നിങ്ങൾ ജയിച്ചു വരും കോൺഗ്രസ്. ഈ 3 പേര് ഞാൻ പറഞ്ഞ ഒരു പ്രസ്താവന നടത്തിയാൽ തൻ്റെ ഇടമുണ്ടെങ്കിൽ കാണിക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ മറക്കരുത്, വളരെ പ്രധാനമാണ്. ഒപ്പം സാധിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും. ഒരിക്കൽ കൂടി പറയുന്നു, കോൺഗ്രസിനെ നശിപ്പിക്കാൻ കോൺഗ്രസിൻ്റെ വസ്ത്രങ്ങളും അതുമൊക്കെ അണിഞ്ഞ് കപടഹൃദയം ആണ് ഇവർ, കപടഹൃദയരാണ്, അതിൻ്റെ ഉടമകളാണെന്ന് ജനങ്ങൾ വിധിയെഴുതിക്കാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ വിചാരിച്ചാൽ എന്തും തകർക്കാനും ഉയർത്താനും സാധിക്കും. കാണാം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.